മനോജ് മുത്തേടിന് പെരുമ്പാവൂർ പ്രസ് ക്ലബ് സ്വീകരണം നൽകി. പ്രസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി. മനോജ് മുത്തേടൻ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷ സൂചകമായാണ് പ്രസ് ക്ലബ് സ്വീകരണം സംഘടിപ്പിച്ചത്. പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി UU മുഹമ്മദ് കുഞ്ഞ് സ്വാഗതം പറഞ്ഞു. മനോജ് മുത്തേടൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമായി നൽകുന്ന ഒരു സ്വീകരണമാണ് ഇന്ന് പെരുമ്പാവൂർ പ്രസ് ക്ലബിന്റെ. പെട്ടെന്ന് ഇന്നലെയാണ് നമ്മൾ ഇത് തീരുമാനിച്ച് ഉറപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വൈകി നമ്മളെ എല്ലാവരും നേരത്തെ എത്തി. നമുക്കറിയാം, ദീർഘകാലം ഈ പ്രസ് ക്ലബിന്റെ ഒരു അംഗമായി നിന്ന ശേഷം അതിന് ഒരുപാട് വ്യക്തിബന്ധങ്ങളും നമ്മുടെ ഒരു മെമ്പറുമായിരുന്ന വ്യക്തിയാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് VT കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കൺമുന്നിൽ വളർന്ന ഒരു രാഷ്ട്രീയ യുവ നേതാവാണ് മനോജ്. നമുക്കറിയാം, ഒരു സ്കൂൾ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു 10-35 വർഷത്തെ രാഷ്ട്രീയമുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. കാലടി യൂണിവേഴ്സിറ്റി UUC മുതൽ തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ്, അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗം, പ്രസിഡന്റ് എന്നീ നിലകളിൽ വളർന്ന് ഇപ്പോൾ MLA ആയി മാറിയിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വികസനത്തിൽ ഒരു ഭാവനാത്മകമായ സമീപനം കൈക്കൊണ്ട ഒരു നേതാവാണ്. വികസനം വെറും ഒരു വികസനം മാത്രമല്ല, അതിലൊരു ഭാവനയും കൂടി ചേർത്താണ് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായപ്പോഴും അംഗമായിരുന്നപ്പോഴും നടപ്പാക്കിയത്. അത് നമ്മുടെ കൺമുന്നിലുണ്ട്. നമ്മുടെ ഈ വർഷങ്ങളിലൊക്കെ ഈ പ്രവർത്തനത്തിനിടയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കാണുകയും അതിന്റെ വേണ്ട നിർദ്ദേശങ്ങൾ നമ്മളോട് ചോദിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇനിയും അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രഷറർ B രാജീവ്, വൈസ് പ്രസിഡന്റ് സുരേഷ് കീഴിലം എന്നിവർ ആശംസകൾ നേർന്നു. വളരെ പ്രക്ഷുബ്ധമായ വളരെ നാടകീയമായ ഒരു സംഭവവികാസങ്ങൾ നടന്ന ഒരു ദിവസമായിരുന്നു അന്ന്. പുള്ളി അദ്ദേഹം ഒരു സീറ്റ് കിട്ടുമോ എന്നൊക്കെയുള്ള വലിയൊരു ആശയക്കുഴപ്പങ്ങളും പത്രങ്ങളും അദ്ദേഹത്തിന്റെ ക്ലോസപ്പ് ഫോട്ടോ എടുക്കുക, അങ്ങനെ പലതരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാവങ്ങളൊക്കെ പത്രങ്ങൾ വരുന്നു. അത്രയും വലിയ ഒരു സങ്കീർണമായ ഒരു മണിക്കൂറുകൾക്കിടയിൽ നമ്മൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിലിരുന്ന് ഇതുപോലെ നമ്മുടെ ഒപ്പം ഒരു ഓഡിയൻസ് ആയിട്ടിരുന്നത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, ഇതൊക്കെ സമയം പോലെ നടക്കട്ടെ എന്ന് വളരെ കൂളായിട്ട് അവിടെ ഇരുന്ന മനോജിനെ മുഖം നമ്മുടെ മനസ്സിൽ വരുന്നു. അന്ന് വൈകിട്ട് പലരും മനോജിനോട് ചോദിച്ചപ്പോഴും മനോജ് സ്വതസിദ്ധമായ ശൈലി, ഇതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത്, അവരെന്താണ് പാർട്ടി എന്നാണ് തീരുമാനിക്കുന്നത്, അതനുസരിച്ചിട്ട് നിൽക്കാം, എനിക്കറിയില്ല എന്നൊക്കെയുള്ള വളരെ ജനുവിനായിട്ടുള്ള മറുപടികളാണെന്ന് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്നൊരു ടെസ്റ്റ് ഉണ്ടാവുകയും മനോജ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെടുകയും പിന്നെ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില സംഗതികളിലൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. ഒന്ന്, ഇപ്പൊ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധി ആണ് രാഷ്ട്രീയത്തിൽ ഇവിടെ വെല്ലുവിളികളെല്ലാം ജയിക്കുകയുള്ളൂ എന്നൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അത് മാറി. പിന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഒരുപോലെ നിന്ന് ജയിക്കില്ല എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് മാറി. പിന്നെ ഒരു ആവറേജ് ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ സാധാരണ 60,000 താഴേക്കുള്ള ഭൂരിപക്ഷമാണ് ഏത് മുന്നണി മാറി വന്നാലും വരുവുള്ളൂ എന്നൊരു കണക്കുകൂടലുണ്ടായിരുന്നു. അതും മാറി. പെരുമ്പാവൂർകാരനായ ഒരു MLA കുറെ കാലങ്ങൾക്ക് ശേഷം വന്നു എന്നൊരു സംഗതി മാറി. പിന്നീട് ഭരണകക്ഷി സർക്കാർ ഭരണത്തിലുള്ള സമയത്ത് ഭരണകക്ഷി MLA വരില്ല എന്നുള്ളൊരു സംഗതി മാറി. ഒരുപാട് കാര്യങ്ങൾ മാറിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. ഇത് നമ്മുടെ പ്രസ് ക്ലബ് മെമ്പർ കൂടി ആയതുകൊണ്ടും അതിന്റെ സന്തോഷം മനോജിനേക്കാൾ ഒരു 4 ഇരട്ടിയാണ് ഞങ്ങൾക്ക്. അപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മളൊരു പ്രതിപക്ഷ MLA നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ സ്വാഭാവികമായി സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കാരെ സഹകരിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒഴിവുകൾ ഒരുപാട് പറയാമായിരുന്നു.
ഇനി പക്ഷേ മനോജിന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മധുരം നൽകിയും ഉപഹാര സമർപ്പണം നടത്തിയുമാണ് MLA മനോജ് മുത്തേരനെ സ്വീകരിച്ചത്. ജനങ്ങളുടെ ക്ഷേമത്തിനും നഗരസഭയുടെ സമഗ്ര വികസനത്തിനും മുൻഗണന നൽകി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരും പറഞ്ഞതുപോലെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ MLA ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷമാണ് എല്ലാം ഉള്ളത്. ഞാൻ പെരുമ്പാവൂർ പ്രസിഡന്റിന്റെ ഭാഗമാണെന്ന് എവിടെയും പറയാറുള്ള ഒരാൾ കൂടിയാണ്. മറ്റൊന്നുമില്ല, ഞാൻ ഈ സതിൽ നമ്മുടെ ഒരു പൊതുപ്രവർത്തനത്തിൽ സതിൽ പ്രവർത്തനം മാത്രമല്ല, ഈ പ്രവർത്തനം 10 ആൾ അറിഞ്ഞാലേ അതുകൊണ്ടുള്ള ഒരു അംഗീകാരമുള്ളൂ എന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ബോധ്യമുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം. അപ്പോൾ സത്യത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പത്രപ്രവർത്തനം ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. വാർത്തകൾ കൃത്യമായി എഴുതി അതിന്റെ എല്ലാ രൂപത്തിലും അറിയിക്കും, പക്ഷെ കുറെ നന്നായി എഴുതി വലിയ ക്രമമൊക്കെ തെറ്റാതെ പേരുകളൊക്കെ വെച്ച് വാർത്തകൾ അങ്ങനെ ജില്ലാ പഞ്ചായത്തിൽ ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ ഗുണം കിട്ടിയ കാക്കനാടുള്ള പത്രക്കാരാണെങ്കിൽ പറയും മനോജിന് വാർത്തയൊരു സുഖമാണ്, വേറെ ഒന്നും ചെയ്യാൻ ഒന്ന് റീഡ് ചെയ്ത് കൊടുത്താൽ മതി, എന്റെ കഥകൾ എഴുതാക്കണം പറയാറുണ്ട്. ഇവിടെ അങ്ങനെ ഞാൻ എല്ലാവർക്കും അങ്ങനെ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ പ്രസ് ക്ലബിൽ വന്ന് അല്ലെങ്കിൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്ന് എല്ലാ പത്രക്കാരുടെയും സ്നേഹവും വാത്സല്യമൊക്കെ ഏറ്റുവാങ്ങിച്ചാണ് ഞാൻ സത്യത്തിൽ ഈ നിലയിലേക്ക് എത്തിയത്. തോന്നുന്ന കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് കുന്നുമ്മ സ്കൂളിൽ പരിപാടി ഞാൻ കൊണ്ടുവന്നു. പക്ഷെ ഞാൻ വേറെ സാറ് ഡേറ്റ് മേടിച്ച് കൊണ്ടുവന്ന ഞാനാണ്. പക്ഷെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കേണ്ടി വന്നു റോളിൽ. കാരണം എനിക്ക് പോസ്റ്റിലല്ലോ, പാർട്ടി പോസ്റ്റിൽ ആദ്യം ഇരുത്തില്ലല്ലോ, ഗവൺമെന്റ് പരിപാടിക്ക് ഇരുത്തില്ലല്ലോ. പഞ്ചായത്ത് ഓഫീസിൽ ഉദ്ഘാടനം ചടങ്ങിൽ പഞ്ചായത്ത് ദിവസത്തെ പൗരസ്വത്തെ പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് സാറിനെ ഡേറ്റ് മേടിച്ച് സാറിന്റെ വണ്ടിയിൽ ഞാൻ തന്നെ വന്ന് അവിടെ വന്ന് പരിപാടി പോകുന്നത്. പക്ഷെ എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല, കാരണം ഞാൻ ഭാരവാഹിത്വമില്ല, അല്ല വേറെ ഒരു പോസ്റ്റ് ജനപ്രതി അല്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ജനപ്രതികളായില്ലെങ്കിൽ സത്യത്തിൽ ആരും ഒന്നും കാര്യത്തിൽ കയറാൻ സ്റ്റേജിൽ കയറാൻ പറ്റണ്ടേ എന്ന് കരുതിയിട്ടാണ് സത്യത്തിൽ ബാങ്കിൽ മത്സരിക്കാൻ തീരുമാനം. ബാങ്കിൽ മത്സരിച്ചാണ് എൻ്റെ ഒരു വഴിത്തിരിവ്. സത്യം പറയാം, ബാങ്കിൽ മത്സരിച്ചപ്പോൾ അന്ന് ശരിക്കൊരു ഗ്രൂപ്പ് തീവ്രവാദിയാണ്, അല്ലെങ്കിൽ പാർട്ടിയിലാണെങ്കിലും ഇതാണ് കവല പൊട്ടിച്ച് ചുമ്മാ ആളുകളുടെ അവരുടെ രാഷ്ട്രീയം തറക്കുണ്ടാക്കുന്ന ഒരാളായിരുന്നു. ബാങ്കിൽ മത്സരിച്ചപ്പോൾ എന്നോട് പലരും എനിക്ക് സത്യത്തിൽ എന്നോട് ചില ആളുകൾ എനിക്ക് നമ്മൾ തകർക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. യൂത്തോട് സംസ്ഥാന സെക്രട്ടറി ആണെന്നല്ല ബാങ്കിൽ മത്സരിച്ച് തോറ്റാൽ എന്താ തീർന്നില്ലേ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ തകർക്കാൻ നോക്കിയിരുന്നു. സത്യത്തിൽ അപ്പം എനിക്ക് തോന്നി ഞാൻ വീട്ടിൽ പോയിട്ട് ഉറങ്ങാതെ മത്സരിക്കുന്നതാണ് നമ്മൾ തോറ്റുപോയ പണിയായാലും തോന്നിയിട്ടുണ്ട്. പക്ഷെ ബാങ്കിൽ മത്സരിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ട് എനിക്ക് കിട്ടി. ഞാൻ ബാങ്കിൽ മത്സരിച്ച് ജയിച്ചപ്പോഴാണ് അന്ന് അൽഫോൺസ് മാഷാണ് ബാങ്കിന്റെ പ്രസിഡന്റ്. ഞാൻ ഈ പുതിയ ആളായതുകൊണ്ട് ഞങ്ങൾ കുറെ ചെറുപ്പക്കാർ ടീം വന്നുകൊണ്ട് ഞാൻ പല ബാങ്കിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടപടി ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ മാഷിനോട് മാഷ നമുക്ക് ഇന്ന് നടത്താം, നമുക്ക് ചികിത്സായ പദ്ധതി വയ്ക്കാം. അപ്പൊ മാഷിനൊരു പേടി, മാഷ് പരമ്പരാഗതമായി ഒരു അധ്യാപകനായതുകൊണ്ട് കൈവിട്ട് കളിക്കുന്ന ഒരാളല്ല. പൈസ ഒരു രൂപ പോലും ചെലവാക്കില്ല, ചായ പോലും കൊടുക്കരുത്. അതിന് ബാങ്കിന്റെ ഒരു പൈസ ഒരു അനാവശ്യമായി ചെലവഴിക്കുന്ന ചിന്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഞാൻ പതിയെ മാഷിനെ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്ന രൂപത്തിലാക്കി മാഷിനെ ഒന്ന് രംഗത്താക്കി പതുക്കെ ഒന്ന് അനക്കി പരിപാടികളൊക്കെ വെച്ച് തുടങ്ങി. നല്ല ആളുകൾ ആദ്യമായി 40 വർഷത്തിനിടയിൽ ബാങ്കിൽ ഇങ്ങനെ ചില പരിപാടികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു ചെറുപ്പത്തിന്റെ ഭാവനാസമ്പന്ന ചില പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ ആൾക്ക് വേണ്ടത്. അപ്പൊ അതിനിടയിൽ ഒരു വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അപ്പൊ ഞാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ എനിക്കറിയാലോ മറ്റേ സീറ്റ് MLA സീറ്റ് കിട്ടില്ല, അതിന് വേറെ മാർഗമില്ല. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ബെനിച്ചോണ്ട് പറഞ്ഞാൽ ജില്ല കിട്ടുന്നുണ്ട്, നെടുമ്പാശ്ശേരി സീറ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തും വന്ന് ബാങ്കും വന്നു. അപ്പോൾ ഞാൻ ബാങ്കിന്റെ പ്രസിഡന്റായി. ബാങ്കിന്റെ പ്രസിഡന്റ് ആയതാണ് സാർ എൻ്റെ ജീവിതത്തിൽ മാറ്റം. ഞാൻ ജനപ്രതിയായി എനിക്കൊരു ജനകീയമായ ഒരു അടിത്തറ ഉണ്ടായത് അതിനാണ്. പ്രസ് ക്ലബ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി പ്രിയ പരമേശ്വരൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.